നമ്മളെ ടൈൽ ഒട്ടിച്ചതേ പണിയൊന്നും കുഴപ്പമില്ലല്ലേ വൃത്തിയാക്കും. അത് കുഴപ്പമൊന്നുമില്ല. ഞമ്മക്കേ അതൊന്നും ലെവലായിട്ടേ നമ്മ കുട്ടികളെ അടിയിൽ നിന്ന് മോൾക്കാക്കണം. അവന്റെ മാർസിന്റെ അടിയത്തെ പണി പിന്നെ അർത്ഥം ചെയ്യാം. പിന്നെ മല്ലാക്ക നമുക്ക് മോൾക്ക് മാറ്റിന് മുമ്പേ ഒരു ഗ്രിൽസേ ഇങ്ങനെ വെക്കണം. ഇല്ലെങ്കിൽ എന്താ അറിയോ, കുട്ടികളുടെ ചാടിയാലേ അത് കുഴപ്പമാവും. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അത് കമ്മിറ്റിക്കാരോട് ഞാൻ പറഞ്ഞേക്കണം. അതിപ്പോ എന്തായാലും ചെയ്യും, കാരണം ചെറിയ കുട്ടികളല്ലേ. ഒരു വണ്ടി ഓണടിച്ച് ജാഫറെ ഇങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞിട്ട് അതാണ് ഞാൻ പറഞ്ഞ ജാഫറെ ആള് ഉസാറാണ്, ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. നമ്മൾ ധൈര്യത്തിൽ കൊടുക്ക. ഇതേ ജാഫറിന്റെ അസിസ്റ്റന്റ് ആണ്, സുന്ദരനാണ്. അല്ല മോനെ, മദ്രസിന്റെ പണി എന്താണ് കഴിയാത്ത? കൊറേ അല്ല തുടങ്ങിയിട്ട്. നമ്മളെ മഹലിൽ 2-3 സംഘടനകൾ ഉണ്ടാവും. ഓരോരോ പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ പണി കൊണ്ടുപോകുന്നത്. ഈ മോലേരെ നല്ല കണ്ട പരിചയമൊന്നുമല്ല. നിങ്ങൾ എവിടെ സ്ഥലം? ഞാൻ മഞ്ചേരിയാ. നരകര അറിയോ? അങ്ങനെ വെച്ച എന്റെ അമ്മായിന്റെ വീട് അവിടെയാണ്. ആ ഗോപേട്ടൻ അറിയില്ല നിങ്ങള് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള? അത് ശരി, ഗോപേണ്ണ അറിയാതെ? നമ്മളെ വീടിന്റെ 4 വീട് അപ്പുറത്താണ് അളവ്. ജാഫറെ, ഞാൻ എന്നോട് വരാൻ പറഞ്ഞത് ഇതാണ് നമ്മളെ പറഞ്ഞ കക്ഷി. മൂപ്പടുത്ത് കുറച്ച് കാശുണ്ട്. അപ്പൊ അത് ഇന്നെ വിശ്വസിക്കാണ് ചെയ്യേണ്ടത്. അപ്പൊ അത് അതിന്റെ അനുസരിച്ച് അതിന്റെ മാസത്തെ അതിന്റെ കാശും കാര്യങ്ങളൊക്കെ കണക്കായി കൊടുക്കണം. ഞാൻ പറഞ്ഞേക്കണു, ഉപേക്ഷ വെച്ചിട്ടില്ല, എല്ലാവർക്കും കണക്കായി കൊടുക്കുക. നിങ്ങൾക്കൊക്കെ കിട്ടുന്ന കാര്യം ഞാൻ പറഞ്ഞേക്കണം. അത് ശരി. എത്ര ദിവസമായി നമ്മള് ബിസിനസ് തരാൻ ഉദ്ദേശിക്കണേ? ഞാനേ 2 ലക്ഷം ഉറുപ്പ്യാണ് തരാൻ കണ്ടിരിക്കുന്നത്. പിന്നെ മൂപ്പർക്ക് കൊടുക്കണ മാതിരി മാസം ഞമ്മക്ക് കിട്ടൂലേ? ആ കാര്യത്തിന് നിങ്ങളെ ബേജാറാണ് ദോസ്താവേ. 1-ാം തീയതി നിങ്ങളെ ലാഭം നിങ്ങളെ കയ്യിലെത്തും. കയ്യിലല്ല, അക്കൗണ്ടിലേക്ക് എത്തുക. അല്ല ഉസ്താദേ, പൈസ കൊടുക്കണം. അതെ, പൈസ പെരയിലാണ്. ഞാൻ വ്യാഴ്ച നാട്ടിൽ പോകുന്നുണ്ട്, ശനിയാഴ്ച തരാം. എന്നാ ആയിക്കോട്ടെ, പറഞ്ഞ മാതിരി. എന്നാ ശനിയാഴ്ച ആക്കാട്ടാ. അസ്സലാമു അലൈക്കും. പോട്ടെ ഉസ്താദ്, പോട്ടെ. എന്നാ ആയിക്കോട്ടെ സുന്ദര, കാണാം. ജാഫർ അവിടെ നിക്ക, ഒരു കാര്യം പറയാനുണ്ട്. അല്ലടാ, ഈ മാസം ഇപ്പോൾ 5-ാം തീയതി ആയല്ല, നമ്മൾ ലാഭം അക്കൗണ്ട് കഴിഞ്ഞിട്ടില്ലല്ലോ. അത് വേറെ കുഴപ്പമുണ്ട് ഉസ്താദ്. നിന്നു കരുതിയതായിരുന്നു, അത് പിന്നെയും തുടങ്ങിയിരിക്കണം. അത് യുദ്ധം കൊണ്ടേ ഓർമ്മിസ്കരണത്തിലേ നമ്മളെ ചരക്കുകളൊക്കെ കപ്പലിൽ കെട്ടിക്കിടക്കും. അത് ദുബായിക്കണ്ട് എത്തിക്കഴിഞ്ഞാലേ വേഗം പൈസ ആവും. അപ്പൊ നിങ്ങളെ അക്കൗണ്ടൊക്കെ പൈസ വരും. അതുകൊണ്ട് കുറച്ച് ഡിലേ ആയിരുന്നു. എന്റെ അടുത്ത് അങ്ങനെ സംഭവിക്കണില്ല. അതോട് ചോദിച്ചതല്ല. അല്ല, ഇനി പൈസ എന്താ തിരിച്ചു വേണമെങ്കിൽ അവിടെ ഇണ്ടാ മതി. ചത്ത സന്തോഷാണ്. എന്നായിക്കോട്ടെ. കുട്ടിയൊക്കെ 2 ദിവസമായാലും നിങ്ങളെ കണ്ടിട്ട്. എവിടെയാണ് നിങ്ങള്? ഞാനടാ മോളോട് പോയി 2 ദിവസം നിന്നു. വെറുതെ അല്ല ഈ വൈക്ക് കാണാത്തത്. അല്ല, ഓണൊക്കെ പായല്ലോ. കഴിഞ്ഞ വർഷേ നിങ്ങളെ മോനാണല്ലോ സ്കൂളില് ഓണപരിപാടിയൊക്കെ നടത്തിയെന്ന്. ഇപ്രാവശ്യം എന്താ പരിപാടി? ഓൻ കഴിഞ്ഞൂറി നടത്തിക്കണ ഇക്കുറി ഉണ്ടാവും. 10-700 കുട്ടിയൊക്കെ കൂടി സമ്മാനം കൊടുത്തു പോകാനല്ലേ. ഇന്ത്യതല്ലേ മോൻ. ഓൻ നടത്തല് തുടങ്ങിയ ശേഷമാണ് ഓണപരിപാടി ഉഷാറായത്. നല്ല സദ്യ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം. ഓനിപ്പോ നല്ല ബിസിനസ് അല്ലേ. ഓന്റെ ബിസിനസ്സിൽ ഇഞ്ചി ചോറ് കൂടിക്കണോ? നാട്ടുകാർ മുഴുവൻ കൂടിക്കണു. നല്ല ലാഭമല്ലോ കൊടുക്കണ്ടേ. എന്നോട് പറഞ്ഞിരുന്നു സുന്ദരൻ, നിങ്ങളെ മോന്റെ ബിസിനസ്സിൽ കൂടാൻ വേണ്ടിയിട്ട്. ഇന്റെ അടുത്ത് പൈസ ഇല്ല. ഇന്റെ അവസ്ഥ ഇപ്പൊ നിങ്ങൾക്ക് അറിയണ്ടല്ലേ. കൂടിയാ അനക്ക് നന്നു. എന്നാ പിന്നെ ഈ ചായപാത്രം കാട്ടും കൂടെ നടന്നക്കാണ്ട് ഗ്ലാസും പാത്രം മോറി നടക്കണ്ട. നല്ല മെച്ചാണത്. നമ്മളെ മെമ്പർ അനീഫല്ലേ ഇവിടെ ചായ കുടിക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ ചായ കുടിക്കുന്നുണ്ട്. അവരോടൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ജാഫറിന്റെ ബിസിനസ്സിൽ കൂടണ്ടെന്ന്, അതൊരു തട്ടിപ്പാണ് എന്ന് പറയുന്നുണ്ട്. അതെ, എന്റെ മോൻ നന്നാണ്ട് ഓൽക്ക് കണ്ണുകടിയാണ്. ഓനേറ്റ് കുറച്ച് വലുതായാല് കയ്യേറ്റേ പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഓൻ മത്സരിക്കുമോ എന്നുള്ളൊരു ബേജാറാണ്. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഇവിടെ ഇപ്പൊ ചർച്ച നടക്കുന്നത് നിങ്ങളെ ഫോനെ പറ്റിയിട്ടാണ്. ഈ ലാഭം കിട്ടിയവർ തന്നെയാണ് ഈ വിവരങ്ങൾ മൊത്തം ഇവിടെ പറയണതും. അതിപ്പോ എന്താ രജ്, ഇന്റെ മോൻ വളരാൻ റബ്ബ് വിചാരിച്ചക്കണി ഓൻ വളരും. അതാര് തളർത്തിയാലും തളരൂല. ഞാൻ അതൊക്കെ പോട്ടെ, എത്ര മനുഷ്യന്മാർക്ക് പോകാൻ ഇവിടെ മാസം ലാഭം കൊടുക്കുന്നുണ്ട് രജ്. അത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. ഞാൻ എൻ്റെ മോളെ പണ്ടം വിറ്റിട്ടേ നിങ്ങളെ മോൻ്റെ ബിസിനസ്സിൽ സാറ് കൂടണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ എനിക്ക് മാസം ഒരു വരുമാനമാവുമല്ലോ. ഇത് പണ്ടം മേത്ത് വെച്ച് കെട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? സൂറാബി വിളിച്ചീന്നേ, ഓളെ പെണ്ണിന് ചേർക്കാൻ വേണ്ടിട്ടേ ഈ ഡൊനേഷൻ കൊടുക്കാനാണത്രേ. 4 ലക്ഷം ഉറുപ്പ്യ വേണമെന്ന്. ഓന്റെ അടുത്ത് ഒരു പൈസ ഇല്ലാന്ന്. നിങ്ങളെടുത്തേറ്റ് കൊടുക്കണ്ട, നിങ്ങൾ വെറുതെ കൊടുക്കൊന്നും വേണ്ട, കടായിട്ടാണ് ഓല് ചോദിച്ചിരുന്നത്. 2-3 മാസം കഴിഞ്ഞ ഓല് ഇങ്ങോട്ട് തരാന്ന് പറഞ്ഞു. എത്ര നബീസ് പറയുന്നത്
നമ്മൾ ഹജ്ജിന് പോവാൻ എടുത്തുവെച്ച ഒരു 15 ലക്ഷം റുപ്യ നമ്മളെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. അതാ ജാഫറിന് നമ്മൾ ഓൻ്റെ ബിസിനസ്ക്ക് 10 ലക്ഷം റുപ്യ ആദ്യം കൊടുത്തു. പിന്നെ നമ്മൾ ഒരു 3 മാസം കഴിഞ്ഞേക്കിന് പിന്നെയും കൊടുത്തില്ല 5 ലക്ഷം കൂടി. പിന്നെ ഇവിടെ പൈസ ഓനാണെങ്കിൽ മാസം ഇപ്പം നമുക്ക് ഒരു 80-90 റുപ്യാറ്റ് 90,000 റുപ്യാറ്റ് നമുക്കിപ്പോൾ മാസം കൊടുന്നു തരുന്നുണ്ട്. ആ ഒരു ലാഭ പൈസ തന്നെ ഉള്ളു ഇപ്പോൾ. അല്ലാതെ ഇപ്പം 4 ലക്ഷം ഒന്നിച്ച് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. ഇപ്പാൻ്റെ അടുത്ത് പൈസ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ സൂറാബിനോട് പറഞ്ഞേക്കണു. ഇപ്പൊ ഏതോ ഒരു ബിസിനസ്സിൽ കൂടിയിരിക്കണു, അതിന്റെ ലാഭ പൈസ എന്തേലും ഉണ്ടാവുള്ളൂ എന്ന്. അല്ല ഈ മാസത്തെ ലാഭ പൈസ ആ ചെറുക്കൻ കൊടുന്നീലേ? അത് ഓളോട് പറഞ്ഞത് നന്നായി. ഈ മാസത്തെ ലാഭ പൈസ ചെക്കൻ കൊടുന്നു തന്നിട്ടില്ല. ഇന്നിപ്പോൾ ഇവിടെ 6-ാം തീയതി ആയല്ലോ. 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആകുമ്പോൾ കായ് കിട്ടലുണ്ട്. അത് എന്തേന്നാവും നേരം വൈകിയത്. ഈ മാസത്തെ ഇപ്പേ നമ്മളെ മമ്മൂട്ടി മല്ലക്ക് കിട്ടിക്കണോ പള്ളിക്കത്തെ മൂപ്പരോടെ അസർക്ക് പള്ളിക്ക് പോകുമ്പോൾ ചോദിച്ചു നോക്കണം. ആ പൈസ കിട്ടിയാലേ അങ്ങോട്ടും കൊണ്ടൊരു തിരുമറിക്ക് ഒരു 10 റുപ്യ ഉണ്ടാവുള്ളൂ. അല്ല ആ ചക്ക നമുക്ക് ലാഭ പൈസ 1 ലക്ഷത്തിന് എത്ര തരുന്നത്? 1 ലക്ഷത്തിന് ആ ചെക്കനെ 6,000 റുപ്യ വെച്ചാണ് നമുക്ക് തരേണ്ടത്. നമ്മൾ ആദ്യം 10 ലക്ഷമല്ലേ കൊടുത്തിരുന്നത്. അങ്ങനെ 60,000 റുപ്യ മാസം തന്നിരുന്നു. പിന്നെ നമ്മൾ 5 ലക്ഷം കൂടി കൊടുത്തത്. അപ്പോൾ 90,000 റുപ്യ ആയിട്ട് ഇപ്പം അങ്ങനെ മാസം തരുന്നുണ്ട്. എൻ്റെ കുഞ്ഞിമൂനെ ഓളാ പണ്ടൊക്കെ വിറ്റിക്കാണ്ട് അതിൽ കൂടണം എന്ന് പറയുന്നുണ്ട്. ഇളച്ചന് ഇപ്പൊ പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ അല്ല പണ്ടെന്നാ വിറ്റിക്കാണ്ട് ഇതിൽ കൂടിക്കളാ, അളിയാക്കാൻ ഏൽപ്പിച്ചാൽ മതി ഞാൻ പറഞ്ഞിക്കണോളോട്. ഓൾക്കും ഇപ്പൊ ഞമ്മക്ക് ഈ കിട്ടണ 6,000 വെച്ച് കിട്ടൂലേ? 6,000 വെച്ച് കിട്ടുമെന്ന് വെച്ച് ഓളോട് പറഞ്ഞിക്കണോ? ഞമ്മക്കേ 5,000 റുപ്യ വെച്ചാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഞാനിപ്പോൾ പൈസ ഒന്നും തരാനില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ 6,000 ആക്കിയതാണ്. ഒരു 5,000 വെച്ച് കണ്ട് ഓളോട് പറഞ്ഞാൽ മതി. നീ 6,000 പറയണ്ട. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ അതൊരു മോശമാവൂലേ? ഇജ്ജ് ഓളോട് ആ പണ്ടൊക്കെ വിറ്റിക്കാണ്ട് കൊണ്ടു തരാൻ പറയുന്നുണ്ട്. ഞാൻ ചെക്കനെ കൊണ്ടേ കൊടുക്കാം. ഓനാണ് ഇപ്പോൾ ബിസിനസ് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. കുറേ ആൾക്കാർ നമ്മളെ ഈ നാട്ടുകാരൊക്കെ കൂടിക്കുന്നു. അപ്പോൾ ഇനി നമ്മളായിട്ട് ഓളത് മുടക്കണ്ട, ഓൾക്ക് കിട്ടേണ്ടത് കിട്ടിക്കോട്ടെ വെച്ചില്ല. എന്നാലിപ്പോ പണ്ടത്തിനൊക്കെ നല്ല വില ഉണ്ടല്ലോ. ഓളോ ഇതിനനുസരിച്ച് പണ്ടം വിറ്റിക്കാണ്ടും കൊണ്ടു തരാൻ പറയണം. എന്നാൽ ഓളോട് കൊണ്ടു തരാൻ പറഞ്ഞാണ്ടി. ഇനി പിന്നെ ഓൻ്റെ ഏജന്റുമാരൊക്കെ ഉണ്ട്, ഓല വകുപ്പ് കൂടി കൊടുക്കണ്ട. അപ്പോൾ ഈ ലാഭ പൈസ കുറയും. ഓന് നേരിട്ട് നമ്മൾ കൊടുത്താൽ മതി. ഇന്നേണ് ഇപ്പോൾ ആ ചെക്കൻ നല്ല പരിചയമായും ചെയ്തപ്പോൾ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ജാഫറേ വാ ഇരിക്ക. എത്ര പരിപാടി? എന്താ നമ്മളെ പണി തന്നെ. എന്താ ഇപ്പൊ ഈ വൈക്കൊക്കെ അല്ല ഇതിന്നൊക്കെ ഒരു മോചനം വേണ്ടേ? ടൈലർ പണിന്നോ? ഇതിന്ന് ഇനി എന്ത് മോചനം? ഇതന്നെ ഇനി കലാകാലം. കുട്ടികളെ പോറ്റണ്ടടാ. കുട്ടികളെ നിങ്ങൾ പോറ്റിക്കോളേ, അതിനൊരു കുഴപ്പമില്ല. അതിനിങ്ങനെ ചത്തുത്തിക്കാണ്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ സുന്ദരനെ അങ്ങോട്ട് പറഞ്ഞയച്ചിരുന്നല്ലോ, അപ്പൊ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? സുന്ദരനും സുന്ദരിയൊക്കെ ഇവിടെ വന്നിരുന്ന് വൈകുന്നേരം വരെ എനിക്ക് ഓതി തന്നേക്കണു. എനിക്കേ അങ്ങനെ ഒരു ലാഭം വേണ്ട. നിങ്ങളെ അസിസ്റ്റന്റ് അവിടെ ഇരിക്കണ ആ ഏട്ടല്ലേ, മൂപ്പര് കൂടിയിരിക്കണല്ലോ. മൂപ്പർക്ക് ഇപ്പൊ എത്ര ലാഭം കിട്ടണമെന്ന് ചോദിച്ചു നോക്കും. ഒരു സ്ഥിരം പണിക്കൊന്നും ഇപ്പൊ വരില്ലല്ലോ. അയാളിപ്പോ ചേർത്തിയതുകൊണ്ട് തന്നെ അയാളിപ്പോ വല്ലാതെ പണിക്ക് വരവില്ല. ഇത് എല്ലാരും ചേർത്തിട്ടേ നാട്ടിൽ ഒരാളിപ്പോ പണിക്കോണില്ല, ഒക്കെ പെരയിലിരിക്കുക. കാരണം പൈസ ഇഷ്ടം പോലെ മാസം കിട്ടുണ്ടല്ലോ. അതന്നെയല്ല മനുഷ്യങ്ങളോട് ഞാൻ പറഞ്ഞത്, ഇതിൽ കൂടാൻ വേണ്ടിയിട്ട് ലാഭം കിട്ടിയ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിച്ചോ? നിങ്ങളെ അള്ളിയനതാ നല്ലൊരു സംഖ്യ വാങ്ങണം. നിങ്ങളെ പെങ്ങന്മാരോട് ചോദിച്ചു നോക്കി. അളിയനും പെങ്ങന്മാർക്കൊക്കെ കിട്ടിക്കോട്ടെ, അങ്ങനത്തെ ഒരു ലാഭം ഇച്ചും വേണ്ട. ഞാൻ ഈ മെഷീൻ ചവിട്ടിണ്ടാക്കി എന്തേ കിട്ടി അത് മതി, അതിനെ ഒരു ബർക്കത്ത് ഉണ്ടാവുള്ളൂ. ഇതൊന്നും മുന്നോട്ട് പോണ കാര്യമല്ല. നിങ്ങൾ അങ്ങനെ പറയല്ലേ. ഞാൻ ഇത് ചൈനയിൽ സാധനം നിർമ്മിച്ചിട്ടേ ദുബായി കൊണ്ടുപോയി വിൽക്കണ പരിപാടിയാണ്. നല്ല ബിസിനസ്സാണ്. അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇവിടെ ലാഭം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തായാലും കൂടിയാൽ നിങ്ങൾ ഈ മെഷീൻ ചവിട്ടിക്കാണ്ട് കാലാകാലം ജീവിച്ചിട്ടുണ്ടല്ലോ. ബിസിനസിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാനേ ഒരു കാര്യം ചോദിച്ചട്ടെ, എന്റെ അളിയനെ 1 ലക്ഷത്തിന് എത്ര റുപ്യ കൊടുക്കുന്നുണ്ട്? നിങ്ങളെ അളിയനെ 1 ലക്ഷത്തിന് ഒരു മാസത്തിൽ 6,000 റുപ്യ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളിനി അത് ആരോടും പറയണ്ട. നിങ്ങൾ കുറച്ച് പൈസ തരികയാണെങ്കിൽ ഒരു 9,000 റുപ്യ മാസം ഞാൻ 1 ലക്ഷത്തിന് തരാം. അപ്പോൾ എന്തുകൊണ്ട് തരണം നിങ്ങൾക്ക്? പഴയ കാലത്ത് നിങ്ങളിപ്പോൾ ഞാനും ഇത് ചവിട്ടാൻ വന്നിരുന്നല്ലോ, അന്ന് നിങ്ങളെ അത്യാവശ്യം ടൈലറിങ് ഒക്കെ എനിക്ക് പഠിപ്പിച്ചിരുന്നു. കുടുക്കുഞ്ഞിലെങ്കിൽ പഠിപ്പിച്ചിരുന്നു. ആ ബന്ധത്തിൻ്റെ മുകളിലാണ് ഞാൻ സംസാരിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാനവൊക്കെ അങ്ങ് തന്നാലേ ലാസ്റ്റ് പറച്ചിലാണ് ഞാൻ. പൊന്നാരൻ്റെ ചേപ്പറേ, ഇജ്ജി 9 അല്ല 15 തരാന്ന് പറഞ്ഞാല് ഞാൻ കൂടൂല. പിന്നെ അതിന് പ്രതീക്ഷിക്കേ വേണ്ട. നിങ്ങളങ്ങനെ അറുത്ത് മുറിച്ച് പറയില്ല മാനവക്ക.
നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മനംമാറ്റം വരികയാണെങ്കിൽ ഇന്ന് രാത്രി വരെ ടൈം. ഞാൻ നാളെ രാവിലത്തെ ഫ്ലൈറ്റിനെ ദുബൈക്ക് പോകും. പിന്നെ നിങ്ങൾക്ക് അതിൽ ചേരാൻ പറ്റൂല കേട്ടോ. അവസാനത്തെ വാക്കാണ്. അങ്ങനെ ആലോചിച്ചാണ് നിങ്ങൾ ആലോചിച്ചിട്ട് പറയും കേട്ടോ. ഇജിഞ്ഞ് 1 ലക്ഷത്തിന് 1 ലക്ഷം ഉറുപ്പ്യ തരാറിഞ്ഞാലേ മാനു ആ കെണിയിലൊന്നും കുടുങ്ങൂലട്ടാ മോനെ. മൻസൂറ ആ എന്താടാ സുന്ദര ഇജവിടുന്ന് വരണ്ടേ? എടാ ഇഞ്ച എന്നാടാ എൻ്റെ ആന്ധ്രത്തെ ബേക്കറി കടയ്ക്ക് പോണ്? ഞാൻ രാത്രി പോവാതിരിക്കാൻ പറ്റൂല, അവിടെ ആളില്ല. എടാ ഞാൻ എൻ്റെ ഷർട്ട് മുണ്ടെടുത്ത് വരാം, ഇക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഞാനും എൻ്റെ ഒപ്പം പോരുകയാണ്. അതെന്താ എനിക്ക് പെട്ടെന്നൊരു പോരാൻ പോതി? ഇത്രയും കാലം ഞാൻ എന്നെ വിളിച്ചിട്ട് പോകുന്നില്ലല്ലോ. എടാ അവറാൻകുട്ടിയാക്കാരൻ ജാഫർ മുങ്ങിക്കൊണ്ടേ എല്ലാരും എന്നെ തെരഞ്ഞെടുക്കാണ്. അതെപ്പോള് പടച്ചോനെ ഇടങ്ങാറാവൂലപ്പത്. ഇജ്ജ് എന്തിനാ പേടിക്കണ്? ഇജ്ജ് കൊടുത്തണ പൈസ? എടാ ഞാനും കുറച്ച് പൈസ കൊടുത്തക്കണല്ലോ. ഇന്റെ ഒരു 5 ലക്ഷം ഉണ്ട്, ഞാൻ പറമ്പിന്റെ ആധാരം പണയം വെച്ച് കണ്ടേ കൊടുത്തിട്ടുണ്ട്. അപ്പളെ ചെങ്ങ എന്നോട് ഇജ്ജൊരു വാക്ക് പറയണ്ട കൊടുക്കുമ്പോ. അന്റെ അടുത്ത് തരണ്ടാന്ന് ജാഫർ പറഞ്ഞതന്നെ. പിന്നെ എൻ്റെ ഒരു കമ്മീഷനും കൂടി അതിന് പോവുമല്ലോ, അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് തരഞ്ഞത്. ആ കള്ള നായ എന്നോട് അതും പറഞ്ഞോ? ഞാൻ എൻ്റെ ഒപ്പം പോരാട്ടോ, അല്ലെങ്കിൽ നാട്ടുകാർ വേളച്ചങ്കര് പിടിക്കും, ഇരുമ്പിന്റെ പടം കൗത്തില്. ഞാൻ നിങ്ങളെ അടുത്തേക്കാണ് പോകുന്നതേ. അങ്ങാടിക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ ചെറിയ ന്യൂസ് കേട്ടു, ആ ജാഫർ ചക്ക മുങ്ങിക്കണു എന്നുള്ളത്. അത് കേട്ടേക്കിനെ മനസ്സിനൊരു സമാധാനമില്ല. നിങ്ങളേറ്റ വല്ലതും അറിഞ്ഞേക്കണോ? ഇജ്ജ് പറഞ്ഞത് ശരി തന്നെയാണ് ബീരാനെ. ഇന്നലെ രാത്രി 10 മണിക്ക് ചെറുക്കണ്ട് ഗൾഫിൽ നിന്ന് വിളിച്ചോണു. ഇപ്പം നിങ്ങൾ അറിഞ്ഞോ ജാഫർ മുങ്ങിക്കള്ളോ? നിങ്ങളേറ്റ വല്ലതും കൊടുത്തീനപ്പാന്ന് ചോദിച്ചു. ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്നാണ് ഓനോട് പറഞ്ഞിട്ട്. കുട്ടികൾക്കൊന്നും ഇതറിയില്ല ഞാനാ കൊടുത്തത്. ഇന്നലെ അത് കേട്ടീൻ്റെ ശേഷം ഒരു പോളെ കണ്ണാണ്ട് അടിച്ചിട്ടില്ല ഞാൻ. എത്ര ആചാരഞ്ഞിപ്പോൾ ചെജ്ജ. ആ ചെക്കനാണെങ്കിലേ ഇന്നലെ ഞാൻ വൈകുന്നേരം കുറേ ഫോൺ വിളിച്ചു നോക്കി, ഓൻ ഫോണൊന്നും തീരെ എടുക്കണമെന്നില്ല. ഈ മാസത്തെ ലാഭ പൈസ ഇച്ച് കിട്ടിയിട്ടില്ല. 15 ലക്ഷം ഉറുപ്പ്യാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ചെക്കന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എൻ്റെത് 15 ലക്ഷമല്ല, അത് എനിക്കറിയാലോ. എൻ്റെത് 50 ലക്ഷം ഉറുപ്പ്യാണ് കൊടുത്തേക്കേണ്ടത്. എൻ്റെ അന്ത്രം കുഞ്ഞാവാൻ്റെക്ക് 25 ലക്ഷം ഉറുപ്പ്യം വാങ്ങിക്കൊടുത്തേക്കണു. 75 ലക്ഷം ഉറുപ്പുണ്ട്. ലാഭക്കായ് കിട്ടിയില്ലെങ്കിലും വേണ്ടിയില്ല, മുതൽക്കായാലൊന്നും കിട്ടിയാൽ മതിയല്ലോ. ആചാരേ ഇച്ച് ലാഭക്കായി എന്ന് പറഞ്ഞാണ്ടേ 2 ലക്ഷം ഉറുപ്പോളം കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ എൻ്റെ മുന്നേ പോകാൻ പൈസ കൊടുത്തേക്കണില്ല 50 ലക്ഷത്തോളം. നിങ്ങൾക്ക് ഒരുപാട് ലാഭക്കായി കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ലാഭക്കായി പറഞ്ഞാണ്ട് ഒരു 5 ലക്ഷം ഉറുപ്പ്യോളെ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ അന്ത്രം ഒരു മാസമാവുന്നുള്ളൂ കൊടുത്തിട്ട്, ഓൻ ഒരു ബത്തും കിട്ടിയിട്ടില്ല. ആചാരേ നമ്മൾ കൊടുത്ത പൈസ എങ്ങനെയെങ്കിലുമൊക്കെ ആയിട്ടേ ഓൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയെടുക്കണം കേട്ടോ. ഓൻ്റെ ബാപ്പാക്കേ ഇവിടെ പേരും സ്ഥലമൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഒന്ന് പോയി ഒന്ന് അന്വേഷിച്ച് നോക്കുക. അല്ലെങ്കിൽ നമുക്കേ പള്ളി കമ്മിറ്റിയിലൊന്ന് പറഞ്ഞു നോക്കുക, ഓലെ കൊണ്ട് എങ്ങനെയും ഒന്ന് വാങ്ങിച്ചു തരാൻ പറ്റുമെന്നൊന്ന് അന്വേഷിക്കാലോ. പള്ളിക്കമ്മറ്റിയിലൊന്നും അറിയിക്കാൻ പറ്റൂല. പള്ളിൻ്റെ പണിക്ക് വേണ്ടിയിട്ട് ഓലിൻ്റെ അടുത്ത് വന്നതിന് കുറച്ച് കായ്ക്ക് വേണ്ടിയിട്ട്. ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ഭയങ്കര ടൈറ്റാണ്, ഇപ്പോൾ കജൂലാന്നാ പറഞ്ഞേക്കേണ്ടത്. അതുകൊണ്ട് ഈ വിവരം ഓല അറിഞ്ഞാൽ മാനക്കേടാണ് മനസ്സിന്. എന്താ ആചാരം പിന്നെ നമ്മൾ ചെയ്യുക? ഇജ്ജേ ഓ മുങ്ങിയ വിവരം ആരോടും പറയണ്ട. ഞമ്മക്ക് ഓൻ്റെ തന്തനെ കണ്ടൊന്ന് ചോദിച്ചു നോക്കുക. പൊന്നാരൻ്റെ അമ്മ ഒന്നിച്ച് മൊച്ചത്ത കുറേൻ്റെ ഇരുന്നിട്ട് ഒരു കാര്യമില്ല. പൈസ ആൺകുട്ടികൾ കൊണ്ടുപോയി. അനക്കും അളിയാക്കാക്കും ഇത്ര വകതിരിവില്ലാതായല്ലോ. പൊന്നാരൻ്റെ മോനോ, ഇനി ഇജ്ജും കൂടി ഇന്നെ പറഞ്ഞ് ഇങ്ങനെ ഇടങ്ങാറാക്കല്ലേ. അളയാക്കാക്കും ഇച്ചും കൂടി അജ്ജിന് പോവാനുള്ള പൈസ എടുത്തു വെച്ചതേനു ഞങ്ങള്, അതാപ്പാ കൊടുത്തത്. അതിന് പുറമെ എൻ്റെ മോനോ നമ്മളെ കുഞ്ഞിമ്മൂൻ്റെ പണ്ടം വിറ്റിക്കാണ്ട് പൈസ അതും ഇവിടെ കൊണ്ടുവന്നീന്നു. അതും അളിയാക്ക ഓന് കൊണ്ടേ കൊടുത്തിരുന്നു. അതൊക്കെ ഞാൻ അറിഞ്ഞേക്കണു. ആ ചെക്കനെ ഇന്ത്യ എത്തും വന്നിരുന്നു ഇതേമാതിരി പൈസക്ക്. ഞാൻ കൊടുത്തിട്ടില്ലല്ലോ. ഞാൻ ഇതേമാതിരി പൊട്ടത്തരത്തിലൊന്നും ചെന്ന് ചാടൂല. ഇപ്പം എൻ്റെ ആ പാടം കൂടി വിറ്റുകാണ്ട് ആ പൈസ തീക്ക് കൊടുക്കണം എന്ന് അറിഞ്ഞേക്കേന്നു. അപ്പം അത് വിറ്റക്കണമെങ്കിൽ അതും കൂടിയാണ് പോയിന്നീലേ. ആ പാടം വെക്കാത്തത് ഏതായാലും നന്നായി. മാസം 90,000 ഉറുപ്പ്യ ലാഭം കിട്ടിയപ്പോഴേ ഞാൻ വിചാരിച്ചത് ആ പാടും കൂടി വിറ്റിക്കാണ്ട് നമുക്ക് ആ പൈസ കൊടുക്കാന്ന്. ലാഭം ഇങ്ങനെ വന്ന് കണ്ടപ്പോഴേ നിങ്ങളെ കണ്ണൊക്കെ മഞ്ഞളിച്ചു. ഇജ്ജെന്നല്ല, ഈ നാട്ടിലത്തെ ഒട്ടുമുക്കാൽ ആൾക്കാരും ഈ കെണി പെട്ടക്കണ്. ഓലോടൊക്കെ ഇപ്പൊ ഈ ലാഭം ഇങ്ങനെ വന്ന് കണ്ടപ്പോഴേ പെരിയിലൊന്നും തിരിച്ചുപിടിപ്പിച്ചാലും ചെയ്യല, ഹോട്ടലിൽ നിന്ന് കൊടുന്ന് തീറ്റ തുടങ്ങിയെന്നേല അവിടെയൊക്കെ.
ഈ പോക്ക് കണ്ടപ്പോ തന്നെ അറിയായിരുന്നു ഇത് ഏതേലും ഒരു കുണ്ട് ചെന്ന് ചാടുന്ന്. അല്ല അനക്ക് പൊട്ട് ലാഭം കിട്ടിയോ? കിട്ടിയ ലാഭമൊക്കെ ഇവിടെ എടുത്തച്ചക്കണോ? എത്തെടുത്തേക്കണു മോനോ, ഇത് ലാഭം കിട്ടിയല്ലേ, അപ്പൊ മുതൽ അവിടെ കിടക്കല്ലേ, അപ്പൊ ഒന്നും എടുത്തുവെച്ചിട്ടില്ല, അതേമാതിരിയാണ് ചെലവാക്കും ഒക്കെ. ലാഭം കിട്ടിയെന്ന് ഒന്നും എടുത്തുവെച്ചിട്ടില്ലേ? ഇനി ഇജ്ജോളിയാങ്കേ അജ്ജിന് പോവാന്നുള്ള ആ മോഹൻ മാറ്റി വെച്ചാളട്ടോ. നിങ്ങളെ കായ് ഏതായാലും പോയി. ഇതാ കുഞ്ഞിമൂന്റെ കായ് എങ്ങനെയെങ്കിലേ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കേ. കുഞ്ഞിമൂന്റെ പണ്ടപ്പോ 10-15 പവനല്ലേ, 2 കൊല്ലം കഴിഞ്ഞാൽ മോളെ കെട്ടിച്ചാനായി. അതിന് എടുത്തുവെച്ച പൈസയാണ്. അപ്പോക്ക് നോക്ക് ആക്ര കൂടിയിട്ട് അതിലേറെ ഉണ്ടാക്കണം ചേട്ടാ, അതും കൂടി ഇപ്പൊ വിറ്റ് തീക്ക് കൂട്ടി. ഞാൻ കുട്ടീനെ കെട്ടിച്ചിട്ടുണ്ടെങ്കിൽ എവിടുന്നാ? ഇവിടുത്തെ പൈസ പോയാലും വേണ്ടിയില്ല, ആ പെണ്ണിന്റെ പൈസ ഒന്ന് കിട്ടി പോന്നാ മതിയേനു. ആ ചെക്കന്റെ പേരിൽ കേസ് കൊടുക്കാൻ പറ്റൂടാ? കേസ് കൊടുക്കാനേ ഓന് പൈസ കൊടുത്തതിന് വല്ല തെളിവുണ്ടെങ്ങളെടുത്ത് പിന്നെ എന്ത് പറഞ്ഞിട്ടാ കേസിന് പോവുക? നിങ്ങളിങ്ങനെ മാനത്തേക്ക് നോക്കി ഇരുന്നോളി രണ്ടാളും. ആരാപ്പാ വന്നോണാവോ? ആവറാൻകുട്ടി ഇവിടെ ഇല്ലാന്നാവോ? നിങ്ങൾ ആ ബെല്ലൊന്നും കൂടെ അടിച്ചാണി. അസ്സലാമലൈക്കും. വാലേക്കും അസ്സലാം. ഉറങ്ങിയായിരുന്നോ? ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇങ്ങോട്ട് കേറിക്കോളി. നല്ല മഴയല്ലേ, എല്ലായിടത്തും വെള്ളമായി പോണം. ഇന്നലത്തെ മയന്റെ ഊക്കോണ്ടേ ഒരു പോളെ കണ്ണടിച്ചിട്ടില്ല. എന്താ ഞങ്ങളൊരു മോനച്ച വർത്താനം പറയണ്ട്? മോനിയും കോനിയൊന്നല്ല, ഞങ്ങൾ 3 ആളും കൂടി കാര്യം വന്നിട്ടുണ്ട്. എന്തിനാന്നുള്ളത് ഇപ്പൊ എനിക്ക് അറിയില്ലല്ലേ? നിങ്ങൾ വന്നതൊക്കെ എനിക്കറിയാം. ഇപ്പൊ 2-3 പെണ്ണുങ്ങൾ ഇവിടെ വന്നുകാണ്ട് എന്റെ പെണ്ണുങ്ങളായിട്ട് സംസാരിച്ചുകാണ്ട് കരഞ്ഞുകാണ്ടാണ്ട് ഇറങ്ങിപ്പോയിരുന്നു. അല്ല മല്ലാക്ക, നിങ്ങളും കൊടുത്തക്കണം എന്റെ ജാഫറിന് പൈസ? കുറച്ച് കായിന്റെ കഴിക്കണ്ടായിരുന്നു, അവിടെ 200 രൂപ അത് ഏറില്ല. അപ്പൊ അത് ഞാൻ ഓന് എടുത്ത് കൊടുത്തേക്കണു. പിന്നെ എന്റെ കെയർ ഓഫിൽ കുറച്ച് ആൾക്കാരെ അതും കൊടുത്തേക്കണം. അല്ല, നിങ്ങൾ പൊട്ട് കൊടുത്തക്കണം. ഞാനൊരു 3 ലക്ഷം റുപ്യ കൊടുത്തിട്ടുള്ളൂ. അയക്ക് പോകാൻ പൈസ എന്തെങ്കിലും തിരിച്ചു തന്നക്കണം. ഞാനാണ് ഇതിൽ ആദ്യം കൂടിയിരിക്കേണ്ടത്. കായ് എനിക്ക് മാസമായിട്ട് മൊത്തത്തിൽ ഞാൻ കണക്ക് കൂട്ടി വരുമ്പോൾ ഒരു 1.80 തന്നേക്കണം. അത്രത്തോളം തന്നക്കണല്ലേ? അപ്പൊ നിങ്ങൾക്ക് 1.20 തരാണ്ടാവുള്ളൂ. അതെങ്ങനെ? അതോ ലാഭം തന്നതല്ലേ, മുതലവിടെ കെടുക്കല്ലേ? ആവറാൻകുട്ടി അനക്ക് ഇപ്പൊ ഇതൊന്നും വലിയ പുടുത്തം കിട്ടിയിട്ടില്ല അപ്പല്ലേ? ഇതിപ്പോ ഓനെ ഈ ചൈനീന്ന് ദുബായിക്ക് സാധനം കയറ്റി കൊണ്ടോണ്ട പരിപാടിക്ക് ലാഭത്തിന് കൊടുത്താലേ ഞങ്ങൾക്ക് ലാഭ പൈസ കിട്ടിയിട്ടുള്ളൂ. 15 ലക്ഷം റുപ്യ കിട്ടാണ്ട് മുതലായിട്ട്. എന്റെ അന്തം വിട്ട പോട്ടം കളിയൊന്നും ഇന്നോട് എടുക്കണ്ട. എനിക്ക് 50 ലക്ഷം ഉറുപ്പ്യം, 5-ന് 25 ലക്ഷം ഉറുപ്പ്യം ഇവർക്ക് 2 വേറെയും കൊടുക്കാണ്ട്. ഇതെന്റെ ആധാരം കൊണ്ട് എടുത്തോണ്ടേ ബജ്ജും ചെയ്യലും ഞാൻ ഉണ്ടാക്കി തരാം. ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ തരണ്ട്. ഞാൻ ആർക്കും പൈസ ഒന്നും കൊടുക്കാനില്ല. നിങ്ങൾ കൊടുത്തപ്പോ എന്നോട് വന്ന് ചോദിച്ചിരുന്നോ? ഞാൻ അവന്റെ വാപ്പയാണല്ലോ. എത്താവറാൻകുട്ടിയപ്പോ ജി പറയണ്ടേ? മക്കള് പൈസ തരാണ്ടാവുമ്പോ ബാപ്പാരോടല്ലാതെ ആരോടാ പിന്നെ ചോദിച്ചാ? നിങ്ങൾ അവറാൻകുട്ടിനെ നെട്ടിച്ചാൻ നിൽക്കണ്ട, അതൊക്കെ പഴയ കാലത്ത്. ഇപ്പൊ നടക്കൂല. ഞാൻ ആരെടുത്തുനിന്ന് ഒരു പൈസയും വാങ്ങിയിട്ടില്ല. നിങ്ങൾ വന്ന് കേറിയപ്പോ മാന്യമായി ഇവിടെ കയറ്റി ഇരുത്തിയത് എന്റെ മര്യാദ. മറാജേ, മര്യാദക്കാണ് ഇവിടെ കാര്യം വന്നിക്കണ്ടേ. മറാജിക്കേ മര്യാദക്കാടും ഉണ്ട്. അത് ചിന്ത കൊണ്ട് എടുപ്പിച്ചാ പള്ളാക്കും. നിങ്ങളൊരു ചുക്കും ചേച്ചൂല. ജാഫർ ഇവിടെ നാട്ടുകാരുടെ അടുത്ത് മൊത്തം പൈസ വാങ്ങിയിരിക്കുന്നു, ഇന്റെ അടുത്ത് വാങ്ങിയിട്ടില്ല. അതിപ്പോ ഞാൻ ഓന്റെ വാപ്പ ആയതുകൊണ്ട് ഇരിക്കും. ഓന്റെ അമ്മാനോട് പോയി ചോദിച്ചോളൂ, അവിടുന്ന് കിട്ടിയിട്ടില്ല. ഇതൊക്കെ ഞാൻ എന്ത് ചെജ്ജും? നെളിഞ്ഞെന്ന് പറയേണ്ടത് എന്റെ പേരിലായിട്ടാണ്. നിങ്ങളൊരു ചുക്കും ചേച്ചൂല. ഞാൻ ഇതുവരെ നടന്നിരുന്ന മാതിരി 2 കാൽമ ഇഞ്ഞും നടക്കും. നിങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, തിന്നാദ്യം കുടിച്ചാൽ ഇറുക്കി കുടിച്ച് ഇങ്ങനെ ഉണ്ടാക്കും. നിങ്ങളടുത്ത് കായുള്ളത് ആരും അറിയില്ല. എന്നിട്ടോ ഇതേമാതിരി വലിയ ലാഭം പറയുമ്പോൾ ആണ് എടുത്തു കൊടുക്കും ചേച്ചു. നിങ്ങൾ അനുഭവിക്കണം. നിങ്ങൾ ആ പൈസ പോയി കൂട്ടിക്കാളി, കിട്ടിയാ നിങ്ങളെ ഭാഗ്യം. ഇനി ആ വർത്താനം പറഞ്ഞ് ഇവിടേക്ക് വരരുത്. പൊന്നാര മക്കളെ, ഇന്നോടും നിങ്ങളോടും കൂടിയാണ് പറയേണ്ടത് കേട്ടോ. നമ്മളെ 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അയിമങ്ങനെ ഇരട്ടിപ്പിച്ചണം എന്നുള്ള ചിന്തയാണ് എല്ലാവർക്കും. എന്നിട്ട് നമ്മൾ ഇതേമാതിരി ആരെടുത്തേലും കുറച്ച് കൊണ്ടേ കൊടുക്കും. ഓല് 1, 2, 3 മാസം കുറച്ച് ലാഭ പൈസ നമുക്ക് തരും. അത് ഹറാമാണ് തരും, അതിൽ അത് സംശയമില്ല. കാരണം ഈ ഫിക്സഡ് ആയിട്ട് എൻ്റെ പൈസ എന്തായാലും ഹറാമാണ്. എന്നിട്ട് നമ്മൾ ഓലെ കെണി കുടുങ്ങി വേറുള്ളവരെയും ഒക്കെ കൂട്ടി ഓൽക്ക് കുറച്ച് കായുണ്ടാക്കി കൊടുക്കും. അവസാനം ഓല് മുങ്ങും. അത് ഈ നാട്ടുപുറത്തൊക്കെ സർവ്വസാധാരണമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്.
എന്നാൽ ഇതൊക്കെ പഠിച്ച് പാടി നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും നമുക്ക് ഇതിലൊരു ചിന്ത ഉണ്ടാവില്ല, ഇത് മുങ്ങും ഇതിന് കൊടുക്കണ്ടെന്നുള്ള ചിന്ത ഒന്നും ഉണ്ടാവില്ല. ആരേലും ഇന്ത്യയിൽ ഒരു ബിസിനസ് തുടങ്ങുകയാണ് പറഞ്ഞാൽ അയക്കാണ്ട് കൊണ്ടേ കൊടുക്കും. എന്നിട്ട് അവസാനം ഇപ്പം മുങ്ങലേ ഉണ്ടാവലുള്ളൂ. എത്ര നമ്മളെ അനുഭവത്തിൽ നടന്ന സംഗതികളാ. എന്നാലും നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കണില്ല. നമ്മൾ 10 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ആ ഒരു 10 ഉറുപ്പ്യായിട്ട് ജീവിച്ചാൽ നോക്കി. ഉണ്ടാക്കണം വെച്ചിട്ട് ആക്ര കൂട്ടി നടക്കുമ്പോഴാണ് ഇജാതി കെണിയിലൊക്കെ കുടുങ്ങേണ്ടത്. അതുകൊണ്ട് ഉള്ള പൈസയായിട്ട് നല്ല സന്തോഷത്തോടു കൂടി ജീവിച്ചാൽ നോക്കി. അതാണ് ഈ ബീരാങ്കാക്ക നിങ്ങളോട് പറയാനുള്ളത്.